മിശിഹായിൽ ഏറ്റവും സ്നേഹം നിറഞ്ഞവരെ, ഇന്നത്തെ നമ്മുടെ ധ്യാന വിഷയം വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം 22-ാം അധ്യായം 39 മുതൽ 46 വരെയുള്ള വചനങ്ങളാണ്. ഈ നോമ്പുകാലത്ത് ഈ വചനങ്ങളിലൂടെ നമ്മൾ കടന്നു പോകുമ്പോൾ അല്ലെങ്കിൽ വിചിന്തനം ചെയ്യുമ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത്, നമ്മുടെ എല്ലാവരുടെയും മനസ്സിൽ സങ്കടമോ വിഷമമോ വന്നു കഴിഞ്ഞാൽ ആദ്യം നമ്മൾ പറയാൻ ആഗ്രഹിക്കുന്നത് നമ്മളുമായി ഏറ്റവും അടുപ്പത്തിലിരിക്കുന്നവരോടാണ്. അത് നമ്മുടെ ജീവിത പങ്കാളിയാകാം, നല്ല സുഹൃത്തുക്കളാകാം, സഹോദരി സഹോദരങ്ങളാകാം. അതുപോലെ നമ്മുടെ ഈശോയുടെ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സങ്കടത്തിന്റെ സമയത്ത് കൂടെ കൂട്ടുകാരായ അപ്പസ്തോലന്മാരും ശിഷ്യന്മാരും കൂടെ ഉണ്ടായിരുന്നുവെങ്കിലും ഈശോ അവരുടെ അടുത്തു നിന്നൊക്കെ മാറി തൻ്റെ പിതാവിൻ്റെ അടുക്കൽ സങ്കടം പറയുന്നു. മനസ്സ് അത്രയും തകർന്ന് വേദനിച്ചു നിൽക്കുന്ന ഒരു സമയത്ത് ദൈവത്തിലാണ് ആശ്രയം വെക്കേണ്ടതെന്ന് അവിടെ നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ്. നമ്മുടെ ജീവിതങ്ങളൊക്കെ ഒന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ തിരിച്ചറിയാൻ പറ്റും, ജീവിതത്തിലെ പല സമയത്തും പലരും ആശ്വസിപ്പിക്കാൻ കൂടെ ഉണ്ടെന്ന് തോന്നിയാലും നമ്മളായിരിക്കുന്നത് പോലെ മനസ്സിലാക്കാൻ എല്ലാവർക്കും കഴിഞ്ഞു എന്ന് വരില്ല. പക്ഷേ അത് മനസ്സിലാക്കാൻ ഈശോ നമ്മുടെ കൂടെ ഉണ്ടെന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. അതുകൊണ്ട് ഈ നോമ്പുകാലം ഈശോ നമ്മെ പഠിപ്പിക്കുന്നത് സാഹചര്യങ്ങളിൽ വേദനകൾ ഉണ്ടാകില്ല എന്നുള്ളതല്ല, ഇതെല്ലാം ഉണ്ടാകാം. അത്രയേറെ മനസ്സ് നുറുങ്ങുന്ന സമയങ്ങൾ വരെ ഉണ്ടാകാം. പക്ഷേ ചെന്നിരുന്ന് പ്രാർത്ഥിക്കാൻ, സങ്കടം പറയാൻ, പരാതിപ്പെടാൻ, വിഷമം പറയാൻ ഉള്ളത് നമ്മുടെ കർത്താവിൻ്റെ സന്നിധിയാണ് എന്നുള്ളതാണ്. ഈശോയുടെ കൂടെ ജീവിക്കാൻ ഈ നോമ്പുകാലത്ത് എല്ലാവർക്കും സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നന്ദി.